സോ ഗൈസ്, നമ്മുടെ വൺ പീസ് ചാപ്റ്റർ 1173ൻ്റെ സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഈ സ്പോയിലറിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തിയറീസ് ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിയറീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ബ്രീഫ് സ്പോയിലറിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പക്ഷേങ്കിൽ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ആനിമെ കാണുന്ന കൂട്ടുകാർക്ക് കൂടി നമ്മുടെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ടങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മുടെ സ്പോയിലേഴ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഉള്ളത് നമ്മുടെ സോറോൻ്റെ പ്ലാനിനെ കുറിച്ചാണ്. സോറോ അവിടെ നിന്ന് എല്ലാ ഡോമി റിവേഴ്സ് ആയിട്ടുള്ള ജാൻസിൻ്റെ നേരെയും ജമ്പ് ചെയ്തിട്ട് വലിയൊരു സ്ലൈസ് തന്നെ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ആ സ്ലൈസ് കിട്ടിയതിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും പറയുന്നില്ല. പക്ഷേങ്കിൽ അതിനുശേഷം നമ്മുടെ ഡ്രോഗിയും നമ്മുടെ സോറോനെ നേരെ തിരിയും. പക്ഷേങ്കിൽ അതിനുശേഷം അവർ തമ്മിൽ തന്നെ ഫൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്നൊന്നും ഇവിടെ റിവീൽ ചെയ്തിട്ടില്ല. എന്തായാലും അതിനുള്ള കാരണം ഒരു പക്ഷേ റിവീൽ ചെയ്തേക്കാം. പക്ഷേങ്കിൽ ഇവിടെ വരുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹെറൽഡിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റോക്സിനെ കണ്ടിട്ടുണ്ട്. ഡോമി റിവേഴ്സ് ആയതിനു ശേഷം അവർക്ക് അവരുടെ കൺട്രോളിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ ഇവിടെ നമ്മുടെ ഡ്രോഗിയും നമ്മുടെ ഇമോസാമ എന്താണോ പറഞ്ഞത് അതിന് നേരെ ഓപ്പോസിറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാണ്. ഇതിനുള്ള കാരണം എന്തായിരിക്കും? അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. നമുക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കാരണം അതിനുള്ള ആൻസേഴ്സ് നമുക്കറിയില്ല. നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നത് ഡോമി റിവേഴ്സ് എന്ന് വെച്ചാൽ ഇതുവരെ അൺഡു ചെയ്യാൻ പറ്റുന്ന ആരെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ സോറോയുടെ ഒരു വെട്ട് കാരണം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തായാലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ കാത്തിരുന്നേ പറ്റും. പിന്നെ ഈ സ്പോയിലേഴ്സിലുള്ളത് നമ്മുടെ ബ്രൂക്കു അതുപോലെ തന്നെ നമ്മുടെ ഗംഗു തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ആ കണക്ഷൻ എന്താണെന്ന് ഇവിടെ റിവീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗംഗുവിൻ്റെ റിയൽ നെയിം ഷുറി അഥവാ ഷെറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗംഗു ഒരു റോയാലിറ്റി ആണെന്നും നമ്മുടെ ബ്രോക്ക് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രോക്ക് നമ്മുടെ ഗംഗുവിനെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഗംഗുവിൻ്റെ ഫീച്ചേഴ്സിലൂടെയാണ്. ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ചുവന്ന ഹെയർ, അതുപോലെ തന്നെ 2 ട്യൂൺഡ് കണ്ണുകൾ, ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബ്രോക്ക് ഗംഗുവിനെ ഫാദർ കില്ലർ പ്രിൻസസ് എന്നും ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, ആ കിങ് നമ്മുടെ ലൂഫിക്ക് ഷാങ്ക്സ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രൂക്കിന് ആ കിങ് എന്നും ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ബ്രൂക്ക് അവരുടെ അടുത്തെത്തുമ്പോഴേക്കും പിന്നെയും നമ്മുടെ ഇമോസാമ നമ്മുടെ ഗംഗുവിനെ തൻ്റെ കൺട്രോളിലാക്കി കളയുമെന്നും ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഗംഗു നമ്മുടെ ബ്രൂക്കിനോട് ഓടി രക്ഷപ്പെടാനും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഗംഗുവിനെയും ബ്രൂക്കിനെയും കുറിച്ച് ഈ ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഉടൻ തന്നെ നമ്മുടെ വൺ പീസിൽ മറ്റൊരു വലിയ ബാക്ക് സ്റ്റോറി കൂടെ വന്നേക്കാം. പക്ഷേങ്കിൽ ഇത് നമ്മുടെ ഗംഗുവിനെയും ബ്രൂക്കിനെയും മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാവണമെന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് നമ്മുടെ ലോക്കിയുടെ ബാക്ക് സ്റ്റോറി എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് അതെവിടെയാണ് പോയി അവസാനിച്ചതെന്നും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാക്ക് സ്റ്റോറി തുടങ്ങുമ്പോൾ ഒരുപാട് വലിയ കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിഞ്ഞേക്കും. വേണമെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും ഈ ഒരു ബാക്ക് സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. അതുമാത്രമല്ല, ഈ ഗംഗു എന്ന് പറയുന്ന ഈ ക്യാരക്ടറിന് നമ്മുടെ വൺ പീസിൽ എന്തോ ഒരു വലിയ റോളുണ്ട്. അല്ലാതെ ഇപ്പോൾ ഈ ഒരു ബാക്ക് സ്റ്റോറിയുടെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒരുപാട് ഹോളി നൈറ്റ്സിനെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാൻഡം ഹോളി ലൈറ്റായിട്ട് കാണിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ നമ്മുടെ ഗംഗുവിനെ ഇവിടെ കുറച്ച് സ്പെഷ്യലാക്കി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറിയിൽ വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെ നമ്മുടെ ഗംഗുവിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോറിക്ക് ഈ ഒരു ബാക്ക് സ്റ്റോറിയുമായിട്ട് വലിയ രീതിയിലുള്ള കണക്ഷൻ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാക്ക് സ്റ്റോറിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഇവിടെ നമ്മുടെ ജയൻസ് അവിടെയുള്ള ഡ്രീം മോൺസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈ ഗേർഡ് എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ ഗോൾബർഗും കൂടി നമ്മുടെ മാമ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ റോഡ് എന്ന് പറയുന്ന മറ്റൊരു ജയൻ്റ് വന്ന് അവരെ സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് ഈ അറ്റാക്കിൽ പാർട്ടാണെന്ന് പറയുകയും അവർ 3 പേരും ചേർന്ന് ഈ ഒരു മോൺസ്റ്ററെ അറ്റാക്ക് ചെയ്യും. അവരുടെ അറ്റാക്കിൻ്റെ പേര് റോറിംഗ് നാഷൻ എന്നാണ്. ഈ അറ്റാക്ക് നമ്മുടെ ബ്രോഗിൻ്റെയും വാരിയർ നാഷൻ എന്ന അറ്റാക്കുമായിട്ട് നല്ല സാമ്യമുണ്ടെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ മോൺസ്റ്റർ മാമ നമ്മുടെ ഷമേഴ്സിൻ്റെ തലയിലേക്ക് വീഴുമ്പോൾ നമ്മുടെ ഷമേഴ്സ് എന്ത് പണിയെടുക്കൂ, നമ്മുടെ മോൺസ്റ്റർ മാമനെ അറ്റാക്ക് ചെയ്യും. പക്ഷേങ്കിൽ നമ്മുടെ മാമ പോയി വീണത് അവരുടെ ട്രാൻസ്പോർട്ട് ഷിപ്പിന് മേലെയായിരിക്കും, നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി വെച്ച. അതോടെ ആ ഷിപ്പിൻ്റെ കാര്യം കഴിയും. അതോടുകൂടി അവരുടെ പ്ലാനിങ് ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർക്കിപ്പം കുട്ടികളെ കൊണ്ടുപോകാൻ ഇവിടെ ഷിപ്പൊന്നുമില്ല. പക്ഷേങ്കിൽ അവരുടെ കയ്യിൽ ഇപ്പോഴും നമ്മുടെ സമണിങ് സർക്കിൾസ് ഉണ്ട്. ഒരു പക്ഷേ അതിലൂടെ നമ്മുടെ കുട്ടികളെ അവർക്ക് സമൺ ചെയ്യാൻ പറ്റിയേക്കും, സമണല്ല ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റിയേക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പ്ലാൻ ഇപ്പോൾ സക്സസ് ആയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ സ്പോയിലേഴ്സിലും പറഞ്ഞിട്ടുള്ളത്. ഈ സ്പോയിലേഴ്സിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാലും നമുക്ക് ബ്രൂക്കിനെ കുറിച്ച് കൂടുതൽ ഒരു പക്ഷേ ഇനി അറിയാൻ പറ്റിയേക്കും. നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് നമ്മുടെ ബ്രൂക്കും ലെബൂണും തമ്മിലുള്ള ഒരു കണക്ഷൻ മാത്രമായിരിക്കും നമ്മുടെ ബ്രൂക്കിൻ്റെ ബാക്ക് സ്റ്റോറി എന്ന്. പക്ഷേ അതിലും കൂടുതൽ നമുക്കിപ്പോൾ അറിയാൻ പറ്റും. അതുമാത്രമല്ല, നമ്മുടെ ബ്രൂക്ക് നമ്മുടെ ഊസോപ്പിൻ്റെ കയ്യിൽ നിന്ന് ഒരു പക്ഷേ ഈ എൽബാഫ് ആർക്കും കൂടി മോഷ്ടിച്ചേക്കാം. നമുക്കറിയാം എൽബാഫിന് വേണ്ടി ഏറ്റവും കാത്തിരുന്നത് നമ്മുടെ ഊസോപ്പായിരുന്നെങ്കിലും പക്ഷേ ഇവിടെ ഇപ്പോൾ പുഷ് കിട്ടാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ബ്രൂക്കിനാണെന്നാണ്. ഒരു പക്ഷേ നമ്മുടെ ബ്രൂക്ക് നമ്മുടെ ഗംഗുവിനെ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പക്ഷേ തൻ്റെ ഡെവിൽ ഫ്രൂട്ട് എവേക്കൻ ചെയ്യാൻ പോലും ചാൻസ് ഉണ്ട്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രോക്കിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ക്രേസി തിയറി നമ്മുടെ വൺ പീസ് കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബ്രൂക്ക് തന്നെ ഡെവിൾ ഫ്രൂട്ട് എവേക്കൺ ചെയ്തതോടുകൂടി നമ്മുടെ ഇമോസബയുടെ കൺട്രോളിലുള്ള എല്ലാ ജയൻസിനെയും അതുപോലെ തന്നെ കൺട്രോൾ പോകുന്ന ആരെയും നമ്മുടെ ബ്രൂക്കിന് തൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ ഒരു തിയറിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു ദിവസം മറ്റൊരു ഡേ കാണുന്നവരെ ബൈ ബൈ.